ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ദ സെഷൻ. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് യൂക്ലിഡ്സ് ജോമെട്രി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു ചെറിയൊരു ചാപ്റ്റർ ആണ് യൂക്ലിഡ്സ് ജോമെട്രി. ഓക്കെ, എന്താണ് യൂക്ലിഡ്സ് ജോമെട്രി എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിനകത്ത് ചർച്ച ചെയ്യാം. അപ്പോ ജോമെട്രി എന്താണെന്ന് പണ്ട് കാലത്തെ, അതായത് ഇപ്പൊ നമുക്ക് ഒരു ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറമുള്ള ഒരു കാലത്ത് ജോമെട്രി എന്താണെന്നുള്ളതിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് കൊണ്ടുവന്ന ഒരു മഹത് വ്യക്തിത്വമാണ് യൂക്ലിഡ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്. ഓക്കെ, അപ്പൊ ആ മാത്തമാറ്റീഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയാണ്, ജോമെട്രിയിൽ പിന്നീട് വന്ന കുറെ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ജോമെട്രി എന്ന് പറയുന്നതിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് തന്നെ ഈ പുള്ളിയുടെ ബുക്കുകളാണ്. അപ്പോൾ എന്താണെന്ന് ഇത് രസകരമായിട്ട് നമുക്കൊന്ന് പഠിച്ചു നോക്കാം. ഓക്കെ, അപ്പോ എന്താണ് യൂക്ലിഡ്സ് ജോമെട്രി? ഈ യൂക്ലിഡ്സ് ജോമെട്രിയിലോട്ട് എത്തുന്നതിന് മുൻപ് എന്താണ് ജോമെട്രി എന്ന് പറയണം. ഈ ജോമെട്രി എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇറ്റ്സ് എ ഗ്രീക്ക് വേർഡ് ഡിറൈവ്ഡ് ഫ്രം ഗ്രീക്ക് വേർഡ്. ജോമെട്രി എന്ന് പറയുന്നത് രണ്ട് ഗ്രീക്ക് വേർഡ് ചേർത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ മുൻപുള്ള ക്ലാസ്സിൽ ഇപ്പൊ അടുത്ത വർഷങ്ങളിലാണെങ്കിലും 10ാം ക്ലാസ്സിൽ കയറുമ്പോഴത്തേക്കുള്ള ഒരു ചാപ്റ്റർ ഉണ്ട് ട്രിഗണോമെട്രി. ഇപ്പൊ മാത്തമാറ്റിക്സ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരുപാട് സയന്റിസ്റ്റ് എല്ലാം ഗ്രീക്ക് സയന്റിസ്റ്റുകളാണ്. അപ്പൊ അവരുടെ ലാംഗ്വേജിലുള്ള കുറെ കണ്ടുപിടുത്തങ്ങളൊക്കെ അതിനകത്ത് കയറുന്നുണ്ട്. ആ ലാംഗ്വേജിലുള്ള ഒരു ഡെറിവേഷൻസ് ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്, ലൈക്ക് തീറ്റ, ട്രിഗണോമെട്രി, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. സോ അതുപോലെ തന്നെ ഒരു കാര്യമാണ് ജോമെട്രി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഗ്രീക്ക് വേർഡ് ഡിറൈവ്ഡ് ഫ്രം എ ഗ്രീക്ക് വേർഡ് geo which refers to earth, metron which refers to measurement. Okay, but geometry എന്ന് പറയുന്നത് geo which refers to earth, metron refers to measurement. ഭൂമി അളക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങൾ അളക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു പാറ്റേൺ ആണ് ജോമെട്രി എന്ന് പറയുന്നത്. ഓക്കെ, ബാബിലോണിയൻ കാലത്തെ കുറെ ഇതിനെ കുറിച്ച് പറയാനുള്ള ഒരുപാട് ചരിത്രങ്ങൾ പറയേണ്ടി വരും. നമ്മളതൊരു ഹിസ്റ്ററി ക്ലാസ് ആയിട്ട് ഞാൻ ഇത് ഡിപ്പെൻഡ് ചെയ്ത് പോകുന്നില്ല. ഇപ്പൊ ജോമെട്രി, യൂക്ലിഡ്സ് ജോമെട്രി ഞാൻ പറഞ്ഞതുപോലെ തന്നെ വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. അതിലൊരു ഹിസ്റ്ററി ക്ലാസ് ആയിട്ട് കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. സോ നമുക്ക് എന്താണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മാത്രം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാം. സോ ഞാൻ എന്നാലും ജസ്റ്റ് ഒരു കാര്യം പറയുന്നത്, പണ്ട് കാലത്ത് സ്ഥലങ്ങൾ അളക്കാൻ വേണ്ടിയിട്ടും ഓരോ പ്രദേശങ്ങൾ മുറിച്ചു മാറ്റാൻ വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്ന ഒരു കാലത്തിൽ അതിന്റെ ഒരു ബേസിക് ഐഡിയ എന്താണ്, അല്ലെങ്കിൽ എന്റെ സ്ഥലം ഇത്രയുമേ ഉള്ളൂ, നൈൽ നദിയുടെ നീളം ഇത്രയാണ്, നൈൽ നദിക്ക് ഇത്ര വീതിയുണ്ട് എന്നൊക്കെ കുറച്ചൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്തമാറ്റീഷ്യൻസ് കൊണ്ടുവന്ന കുറച്ച് തിയറീസും കാര്യങ്ങളെല്ലാം കൂട്ടിക്കലർത്തിയിട്ടാണ് യൂക്ലിഡ്സ് ജോമെട്രി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോ എന്താണ് പ്രധാനമായിട്ടും ജോമെട്രി എന്ന് പറയുന്നത്? നമ്മൾക്ക് ചുറ്റുപാടും ഒരുപാട് കാര്യങ്ങൾ, നമ്മളുടെ കണ്ണു തുറന്നാൽ കാണുന്ന എല്ലാവിധ പടച്ചതമ്പുരാൻ പടച്ചു വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അതിൻ്റെതായുള്ള ഒരു സൗന്ദര്യമുണ്ട്, അതിൻ്റെതായുള്ള ഒരു പെർഫെക്ഷൻ ഉണ്ട്, അല്ലേ? ഒരു ജോമെട്രി അവിടെ എല്ലായിടത്തും, നമ്മൾ ജോമെട്രിക്കൽ പാറ്റേൺ എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ലൈക്ക് നമ്മൾ ഓരോന്നിനും ഓരോ ജോമെട്രിക്കൽ പാറ്റേണിന് ഒരു പേര് കൊടുത്തത് വേറെ കാര്യം. റെക്ടാങ്കിൾ, ഹെക്സഗൺ, സർക്കിൾ, ബിസ്ക്കറ്റ്സിലൊക്കെ സർക്കിൾ കാണാറുണ്ട്. അതുപോലെ തന്നെ ഈ റോഡിലൊക്കെ മുന്നോട്ട് പോകാൻ നേരത്ത് നമ്മൾ സ്റ്റോപ്പ് സൈൻ കാണാറുണ്ട്. അതെന്ത് ഷേപ്പാ? ഒക്ടഗൺ ഷേപ്പാണ്. 8 സൈഡ് ഉണ്ട്. ഓക്കെ, 8 സൈഡുള്ള ഒരു ബോർഡാണ് സ്റ്റോപ്പ് ബട്ടൺ എന്ന് പറയുന്നത്. സോ ചെസ് കളിക്കാറല്ലേ? ചെസ് കളിക്കുന്നവർക്കെല്ലാം ആ ബോർഡ് നമുക്ക് കണ്ടിട്ടുള്ളതല്ലേ? ആ ബോർഡിൽ എന്താണ്? കുറേ സ്ക്വയേഴ്സ് ആണ്. പിസ്സ ഇഷ്ടമല്ലാത്ത ആരാളെ? സോ അവിടെ എന്താണ്? ട്രയാങ്കുലർ ഷേപ്പാണ്. നമുക്ക് ആക്ച്വലി ട്രയാങ്കുലർ ഷേപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ്സ് സംതിങ് ലൈക്ക് എ സെക്ടർ എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു പോകുന്നു മാത്രം. ഓക്കെ, അപ്പൊ നമ്മളുടെ ഞാൻ പറഞ്ഞല്ലോ, പടച്ച തമ്പുരാൻ പടച്ചു വെച്ചിരിക്കുന്നതിൽ ഒരുപാട് കാര്യങ്ങളിൽ എന്താണ്, കൃത്യമായിട്ടുള്ള അളവുകളുണ്ട്, കൃത്യമായിട്ടുള്ള ഒരു സയൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ഭയങ്കര രസമാണ്. ഈ പടപ്പുകൾ, നമ്മളുടെ ചുറ്റുപാടും കാണപ്പെടുന്ന ഓരോ ജീവജാലങ്ങളും അല്ലെങ്കിൽ ഒരു പ്രകൃതിയുടെ കാര്യങ്ങൾ ഒക്കെ നല്ല രസമാണ് നമുക്ക് കാണാം. ഒരു പെർഫെക്റ്റ് ജോമെട്രി ഉണ്ടെങ്കിൽ നമുക്ക് കാണാനും നല്ല കൺകുളിർമ ഉണ്ടാവും. സോ നമ്മൾ പറഞ്ഞു വന്നത് ജോമെട്രി എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുവട്ടത്ത് എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കും, അല്ലെ? നമ്മളിപ്പോ മക്കള് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ തൊട്ട് മുന്നില് ബുക്സ് ഉണ്ട്, ടേബിൾ ഉണ്ട്. നിങ്ങളുടെ റൂമിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ, നമ്മളുടെ റൂമിന്റെ ഷേപ്പ് തന്നെ നോക്കാം. സ്ക്വയേഴ്സ് ആയിരിക്കാം, ചില റെക്ടാംഗിൾസ് ആവാം. സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്ക് സ്കൂളിൽ ബെഞ്ചസ് ഉണ്ട്, അത് റെക്ടാംഗുലർ ഷേപ്പാണ്. ബോർഡ് ഉണ്ട്, അത് റെക്ടാംഗുലർ ഷേപ്പാണ്. സപ്പോസ് വാൾസ് ആൻഡ് റൂഫ്, ആ ബിൽഡിങ് ഒക്കെ ഒരു രസകരമായിട്ടുള്ള ഒരു സംഗതികളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ തുടർന്ന് നമുക്ക് നോക്കാം. ഇവിടെ
മാത്തമാറ്റീഷ്യൻസ് ഓഫ് ജോമെട്രി. ജോമെട്രി ഞാൻ പറഞ്ഞു, ജോമെട്രി എന്ന് പറയുന്നത് പണ്ടുകാലം നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറം എന്താണ് ജോമെട്രി, എന്താണ് ഇതിന്റെ പോയിന്റ്, എന്താണ് ലൈൻ, എന്താണ് നമുക്കിപ്പോ പറയുമ്പോഴത്തേക്ക് എന്താണെന്നറിയാം. പോയിന്റ് ഒരു ഡോട്ട്, ഒരു കുത്താണ് പോയിന്റ് അല്ലെ. രണ്ട് പോയിന്റുകൾ ജോയിൻ ചെയ്യുന്ന ലൈനാണ്. സർക്കിൾ എന്താണ്, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ചീളി കേസുകളാണ്. ഇതൊന്നും അറിയാത്തൊരു കാലഘട്ടത്തിൽ ഇതില് ചുറ്റുപറ്റത്തും ഉണ്ടായിരുന്ന സൊസൈറ്റിനെ എന്താണ് ജോമെട്രി എന്ന് പഠിപ്പിച്ച 3 മഹാരഥന്മാരാണ് ഈ 3 പേര്. ആരൊക്കെയാ? തെയിൽസ്, പൈതഗോറസ്, യൂക്ലിഡ്. തെയിൽസ് എന്ന് പറയുന്ന ആശാനാണ് നമ്മൾ എന്ത് ചെയ്തത്, നമ്മുടെ തലപുത്തപ്പനാണ്. എന്താണ് സംഭവം ഞാൻ ചുമ്മാ പറഞ്ഞാട്ടോ, വെറുതെ തമാശക്ക് പറഞ്ഞല്ല. ഇത് ജോമെട്രിയുടെ ബേസിക് കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തെയിൽസിൽ നിന്നാണ്. ഓക്കെ, അതിനുശേഷം അതിന്റെ അവരൊരു ലൈഫ് സ്പാൻ നോക്കിയാൽ തന്നെ അറിയാം. 640 BC to 546 BC. ഹിയർ 570 BC to 495 BC. Here 325 BC to 265 BC. ഈ BC refers to എന്താ? Before Christ. ഓക്കെ. സോ ഈ ഒരു കോൺസെപ്റ്റ് ഒക്കെ കൊണ്ടുവരുന്നത് ആദ്യം എന്താണ്? തെയിൽസ് ആണ്. തെയിൽസിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ കടമെടുത്തിട്ടോ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പൈതഗോറസിൻ്റെതായിട്ടുള്ള കുറെ കോൺസെപ്റ്റുകളൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ തെയിൽസിനും പൈതഗോറസിനും ഭയങ്കര എന്താ പറയാ ഇൻഫ്ലുവൻസ് ഉണ്ട് ഈ ജോമെട്രി, യൂക്ലിഡ്സ് ജോമെട്രി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഈ യൂക്ലിഡ്സ് ആശാൻ എന്താ ചെയ്തതെന്നറിയാവോ? ഇതൊന്നുമില്ല, ഈ തെയിൽസിന്റെയും അതുപോലെ തന്നെ പൈതഗോറസിന്റെയും കോൺസെപ്റ്റുകളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് അതിനോടൊപ്പം യൂക്ലിഡിൻ്റെതായിട്ടുള്ള, ആശാൻ ഒന്നും ചെയ്തില്ല എന്നല്ല, യൂക്ലിഡിന്റെ ആയിട്ടുള്ള ആശാന്റെ കൂടെ കുറെ കോൺസെപ്റ്റുകൾ ചേർത്തിട്ട് ഒരു ബുക്ക് അങ്ങ് ഇറക്കി. ഏതാ അതിന്റെ പേരെന്തറിയോ? ദ എലമെന്റ്സ്. എന്താണ്? ദ എലമെന്റ്സ്. അതിൽ നിന്നാണ് ഇതിന്റെ ബേസിക് കോൺസെപ്റ്റുകളെല്ലാം കൃത്യമായിട്ട് അതിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എന്താണ് പോയിന്റ്, എന്താണ് ലൈന്, നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങളുടെ പ്രൂഫും അതിന്റെ തെളിവുകളും കൃത്യമായിട്ട് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് യൂക്ലിഡ്സ് ജോമെട്രിക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് വരാൻ കാരണം. സോളിഡ് പ്രൂഫാണ് അതിനകത്തുള്ളതെല്ലാം. ഓക്കെ, അപ്പോ അതിന്റെ ബേസിക് കോൺസെപ്റ്റ്, ജോമെട്രിയുടെ ബേസിക് കോൺസെപ്റ്റ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞൊരു ആളാണ് എന്ത്? യൂക്ലിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ യൂക്ലിഡ്സ് ജോമെട്രിയായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് വരാം. ഞാൻ പറഞ്ഞല്ലോ, ദ എലമെന്റ്സ് ഓഫ് ജോമെട്രി. യൂക്ലിഡ്സ് എലമെന്റ്സ് ഓഫ് ജോമെട്രി. ഈ ഒറ്റ പുസ്തകത്തിൽ നിന്നാണ് ഇദ്ദേഹത്തിനെ അല്ലെങ്കിൽ യൂക്ലിഡ് എന്ന് പറയുന്ന ഒരു ഗ്രേറ്റ് സയന്റിസ്റ്റ്, ഗ്രേറ്റ് സയന്റിസ്റ്റിനെ ദ ഫാദർ ഓഫ് ജോമെട്രി. The father of geometry. Who is the father of geometry? Euclid. അപ്പോ ഫാദർ ഓഫ് ജോമെട്രി എന്ന് വിളിക്കാനും കാരണം ഇത് ഗ്രേറ്റ് ബുക്സ്, ഈ ഒരു ബുക്കിൽ നിന്ന് തന്നെയാണ്. ഓക്കെ, ഈ ഇദ്ദേഹത്തിന്റെ വർക്കുകളാണ്. ക്ലിയർ? സോ യൂക്ലിഡ്സ് എലമെന്റ്സ് ഓഫ് ജോമെട്രി. ഇതില് ടോട്ടൽ ഇവിടെ പറയുകയാണെങ്കിൽ ദിസ് ബുക്ക് ഈസ് ഡിവൈഡഡ് ഇൻടു 13 ബുക്സ് ഓർ 13 ചാപ്റ്റേഴ്സ്. 13 ഘട്ടങ്ങൾ, 13 സ്റ്റേജസ് ആയിട്ടാണ്, അല്ലെങ്കിൽ 13 ചാപ്റ്റേഴ്സ് ആയിട്ടാണ്. ഈ 13 ചാപ്റ്ററും 13 ബുക്കുകളാണ്. ഓക്കെ, ആൻഡ് ദ ഫസ്റ്റ് 4 ബുക്സ്, ബുക്ക് 1 to 4, ഡീൽ എക്സ്റ്റെൻസീവ്ലി വിത്ത് പ്ലെയിൻ ജോമെട്രി. ഏതൊക്കെയാണ്? 1 മുതൽ 4 വരെ മൊത്തം 13 ബുക്കുകളുണ്ട്. ഈ 13 ബുക്കില് 4 ബുക്കുകളാണ് നമ്മൾ പ്ലെയിൻ ജോമെട്രി ആയിട്ട് നമ്മൾ എടുക്കുന്നത്. 6ഉം 7ഉം ആണ് നമുക്ക് എന്താ വരിക? സോളിഡ്സ് വരുന്നത്, അതായത് 3 ഡയമെൻഷണൽ ജോമെട്രി ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ബുക്സിനെ കുറിച്ച് പറയാനുള്ളത്. ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഇതിന്റെ ബുക്ക് എന്താണ്? 13 ചാപ്റ്റേഴ്സ് അല്ലെങ്കിൽ 13 ബുക്കുകളാണിത്. ഇവിടെ ഒക്കെ അറിയാം. ഓക്കെ, ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഗൂഗിളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഇമേജസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. സോ യൂക്ലിഡ്സ് ജോമെട്രി എന്ന് പറയുന്നത് എന്താണ്? യൂക്ലിഡ്സ് തെയിൽസിന്റെയും അതുപോലെ തന്നെ പൈതഗോറസിന്റെയും ബേസിക് കോൺസെപ്റ്റുകളെല്ലാം കൂട്ടിക്കലർത്തിയിട്ട് യൂക്ലിഡിന്റേതായിട്ടുള്ള കണ്ടെത്തലുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുസ്തകം ഇറക്കി, ദ യൂക്ലിഡ്സ് എലമെന്റ്സ് ഓഫ് ജോമെട്രി. ദ എലമെന്റ്സ് ഓഫ് ജോമെട്രി. ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചു പോകുന്നത്. അതിൽ ആദ്യത്തെ 4 ചാപ്റ്റർ അല്ലെങ്കിൽ ആദ്യത്തെ 4 ബുക്കുകൾ ചേർന്നതാണ് പ്ലെയിൻ ജോമെട്രി. പ്ലെയിൻ ജോമെട്രി എന്ന് പറയുന്നത് 2 ഡയമെൻഷണൽ ജോമെട്രി. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു പോകാം. സോ ഹിയർ ഇറ്റ് ഈസ് യൂക്ലിഡ്സ് ഡെഫിനിഷൻസ് ഓൺ ജോമെട്രിക്കൽ ടേംസ്. ഞാൻ പറഞ്ഞല്ലോ, ജോമെട്രി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് തലയിൽ കയറാത്ത കാലഘട്ടത്തില് എന്താണ് ജോമെട്രി, എന്താണ് അതിന്റെ ബേസിക് കോൺസെപ്റ്റ്, എന്താണ് അതിന്റെ
എന്താ പറയാ അഡ്വാൻറ്റേജസ് എന്താണ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ ഒരാളാണ് യൂക്ലിഡ്. അപ്പൊ പറയുമ്പോ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് തുടങ്ങണ്ടേ? അങ്ങനെ തന്നെ നമുക്ക് തുടങ്ങാം. Here the point. A point is that which has no part. ഈ no part എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ഉദ്ദേശിക്കുന്നത്? A dot. A dot is a representation of a point. ഡോട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു റെപ്രസെന്റേഷൻ ആണ്. ആ ഡോട്ടിനെ നമുക്കൊരു പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് പോയിന്റ് ആയിട്ട് പറയാം. ആ ഡോട്ടിനെ ഒരു റെപ്രസെന്റേഷൻ കൊടുക്കാം. എ എന്ന് പറയുന്ന ഒരു റെപ്രസെന്റേഷൻ കൊടുക്കാം. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റ്, ആ പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താ? എ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടിട്ടാണ്. ഇറ്റ്സ് എ റെപ്രസെന്റേഷൻ. ഓക്കെ, ഈ ഡോട്ട് ഇടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ പോയിന്റിന്റെ റെപ്രസെന്റേഷൻ ആണ്. ഒരു സർഫസില്, ഒരു പ്ലെയിനില്, ഒരു സർഫസിൽ നമ്മൾ ഒരു ഡോട്ട് ഇട്ടാൽ അത് ഒരു ഡോട്ടാണ്. നമുക്കതൊരു ഡോട്ടായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആ ഡോട്ടിന് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന എപ്പോഴാണ്? ആ ഡോട്ടിനെ റെപ്രസെന്റ് ചെയ്ത് വേറെ ഏതെങ്കിലും ലെറ്റർ എയോ ബിയോ സിയോ ഡി ഏതെങ്കിലും ലെറ്റർ കൊടുക്കാം. സോ വി ക്യാൻ മേക്ക് ഇറ്റ് ആസ് എ പോയിന്റ്. ഓക്കെ, സോ ഹിയർ ഇറ്റ് ഈസ് എ ഡോട്ട് ആൻഡ് എ പോയിന്റ്. ഡോട്ടും പോയിന്റും തമ്മിലുള്ള ഡിഫറൻസ് ഇതാണ്. ഡോട്ട് ഇറ്റ്സ് എ റെപ്രസെന്റേഷൻ ഓഫ് എ പോയിന്റ്. ഒരു പോയിന്റിന്റെ റെപ്രസെന്റേഷൻ മാത്രമാണ് ഡോട്ട്. ഓക്കെ, ആൻഡ് എ പോയിന്റ് ഹാസ് നോ പാർട്ട്. ഈ നോ പാർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിന് ഡയമെൻഷൻ ഇല്ല. ഓക്കെ, അത് 1 ഡയമെൻഷൻ ആണെന്നോ 2 ഡയമെൻഷൻ ആണെന്നോ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ് ഹാസ് നോ പാർട്ട്. ഓക്കെ, അപ്പൊ അതിന് 1 ഡയമെൻഷൻ എന്ന് പറയാം. ഡിഫറൻസ്. സോ ഹിയർ വി ഹാവ് ദ നെക്സ്റ്റ് സ്ലൈഡ്. Next point. A line is generated when a point moves. A line has length but no breadth. A line is a breadthless length. ഇതൊന്ന് വായിച്ച് തലവെക്കേണ്ട ഒന്നുമില്ല. ഒരു പോയിന്റ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ a dot is a representation of a point. ആ പോയിന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. ആ മൂവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ലൈൻ. ആ പോയിന്റ് ഇതിങ്ങനെ മൂവ് ചെയ്ത് പോകുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? ലൈൻ. അതാണ് a line is generated when a point moves. ഒരു പോയിന്റ് മൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന സംഗതിയാണ് എന്ത്? ലൈൻ. പിന്നെന്താ? a line has length but no breadth. ലെങ്ത് എന്താണെന്നും ബ്രെഡ്ത്ത് എന്താണെന്നൊക്കെ നമുക്ക് ഇതിനകത്താണ് ഡിഫൈൻ ചെയ്ത് വരുന്നത്. ലൈനിന് ആകെ എന്ത് മാത്രമേ ഉള്ളൂ? ലെങ്ത് മാത്രമേ ഉള്ളൂ, നീളം മാത്രമേ ഉള്ളൂ, വീതിയില്ല. ലൈൻ എന്ത് മാത്രമേ ഉള്ളൂ? നീളം മാത്രമേ ഉള്ളൂ, വീതിയില്ല. പോയിന്റിന്റെ കേസ് എന്താ പറഞ്ഞേ? പോയിന്റിന് ഒരു പാർട്ടും ഇല്ല, അല്ലേ? പോയിന്റ് ഹാസ് നോ പാർട്ട്. അതിന് 0 ഡയമെൻഷൻ ആണ്. ഓക്കെ, അതിന് 0 ഡയമെൻഷൻ ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? A line has length but no breadth. ലെങ്ത് ഉണ്ട് പക്ഷെ എന്തില്ല? ബ്രെഡ്ത്ത് ഇല്ല. ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഇല്ല. നീളമുണ്ട്, വീതിയില്ല. ഇറ്റ്സ് എ ബ്രെഡ്ത്ത്ലെസ് ലെങ്ത്. ബ്രെഡ്ത്ത് ഇല്ലാതെ ഒരു വരയ്ക്ക് അല്ലെങ്കിൽ 2 പോയിന്റുകൾ തമ്മിൽ, ഞാൻ ആദ്യമേ പറഞ്ഞു പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ നോ ഡയമെൻഷൻ. ഡയമെൻഷൻ ഇല്ലാത്തൊരു പാർട്ടിനെയാണ് നമ്മൾ പോയിന്റ് എന്ന് പറയാം. ഈ 2 പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നതിന് നമുക്ക് എന്തെന്ന് പറയാം? ലൈൻ എന്ന് പറയാം. അങ്ങനെ നമുക്ക് പറയാം. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ലൈൻ ഇസ് എ വാട്ട് ടു സേ, ലൈൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ജോമെട്രിക്കൽ പാറ്റേൺ ഓർ എ ലൈൻ ഇസ് ജനറേറ്റഡ് വെൻ എ പോയിന്റ് മൂവ്സ്. ഒരു പോയിന്റ് മൂവ് ചെയ്യുമ്പോൾ, ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? അവിടെ ഒരു ലൈൻ ജനറേറ്റ് ചെയ്യുന്നത്. ഗോട്ട് ഇറ്റ്? ക്ലിയർ ആണല്ലോ? ഓക്കെ, അങ്ങനെ വരുമ്പോൾ ലൈൻ ഇസ് എ ബ്രെഡ്ത്ത്ലെസ് ലെങ്ത്. ലൈൻ ലെങ്ത് ഇല്ല, ബ്രെഡ്ത്ത് ഇല്ല, എന്ത് മാത്രമേ ഉള്ളൂ? ലെങ്ത് മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് 1 ഡയമെൻഷൻ. എ പോയിന്റ് ഇസ് 0 ഡയമെൻഷൻ. എ ലൈൻ ഈസ് 1 ഡയമെൻഷൻ. Got it? So next one. അടുത്തെന്താ? A word segment refers to a part. So a line segment means a part of a line. എന്താണ്? സെഗ്മെന്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുവാണ്. ആദ്യമേ പോയിന്റ് എന്താണെന്ന് പറഞ്ഞു. പോയിന്റ് എന്ന് പറയുന്നതിന് ഒരു പാർട്ടും ഇല്ല, അതിനൊരു 0 ഡയമെൻഷൻ ആണ്. ലൈൻ എന്താന്ന് പറഞ്ഞാൽ ആ പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ലൈനിനെ കുറിച്ച് പറയുന്നത്. ആ പോയിന്റ് കുറച്ച് മൂവ് ചെയ്താൽ എന്തുണ്ടാവുന്നു? ലൈൻ ഉണ്ടാകുന്നു.
ഒരു പോയിന്റ് എന്ന് പറയുന്നത് 0 ഡയമെൻഷൻ ആയിട്ടുള്ള ഒരു പാർട്ടാണ്, ഒരു പാർട്ടും ഇല്ലാത്ത ഒരു സംഗതിയാണ്. അത് മൂവ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്നു? ലൈൻ ഉണ്ടാകുന്നു. ഈ ലൈനിൽ വെച്ച് തന്നെ പറയുന്ന അടുത്തൊരു കാര്യമാണ് എന്താണ്? സെഗ്മെന്റ്, ലൈൻ സെഗ്മെന്റ്. അതിനാദ്യം സെഗ്മെന്റ് എന്താന്ന് പറയണ്ടേ? സെഗ്മെന്റ് റെഫേഴ്സ് ടു എ പാർട്ട്. സെഗ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഭാഗത്തിനെ റെഫർ ചെയ്യുന്ന ഒരു കാര്യമാണ് സെഗ്മെന്റ്. വിച്ച് മീൻസ് a line segment means a part of a line. Segment എന്ന് പറയുന്നത് എന്താണ്? Which refers to a part, and here the line segment refers to a part of a line. ഒരു ലൈനിന്റെ ഒരു ഭാഗത്തിന് പറയുന്ന പേരാണ് ലൈൻ സെഗ്മെന്റ്. Got it? Here we have a line. ഒരു ലൈൻ നമ്മൾ വരച്ചിരിക്കുന്നു. ലൈൻ എന്താണ്? ഒരു പോയിന്റ് വരുന്നു, ആ പോയിന്റ് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ലൈൻ കിട്ടുന്നു. ആ ലൈനിലുള്ള ഒരു ഭാഗം എടുക്കുന്നു, എ ബി. എ ബി എന്ന് പറയുന്ന ഭാഗം എടുക്കുന്നു. ആൻഡ് ദിസ് എ ബി റെഫേഴ്സ് ടു ലൈൻ സെഗ്മെന്റ്. മനസ്സിലായോ എന്താണ് ലൈൻ സെഗ്മെന്റ് എന്ന്? മനസ്സിലായോ? ഹിയർ ദിസ് എ ബി റെഫേഴ്സ് ടു ലൈൻ സെഗ്മെന്റ്. ക്ലിയർ ആണേ? ഓക്കെ ആണേ? ഗോട്ട് ഇറ്റ്. അപ്പോ ലൈൻ സെഗ്മെന്റ് എന്താന്ന് പറഞ്ഞല്ലോ, ഒന്നുകൂടെ ആദ്യം ഇതിൽ പറയാം. പോയിന്റ് എന്താണ്? പോയിന്റ് ഹാസ് നോ പാർട്ട് and a line has a length but no breadth. breadthless ലെങ്തിനെയാണ് നമ്മൾ ലൈൻ എന്ന് പറയാം. ആ ലൈനിലുള്ള ഒരു ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് ലൈൻ സെഗ്മെന്റ്. സെഗ്മെന്റ് refers to a part, and a part of a line is termed as line segment. ലൈനിന്റെ ഒരു ഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലൈൻ സെഗ്മെന്റ്. അപ്പൊ പോയിന്റ് എന്താന്ന് പറഞ്ഞു, ലൈൻ എന്താന്ന് പറഞ്ഞു, ലൈൻ സെഗ്മെന്റ് എന്താന്ന് പറഞ്ഞു. അടുത്ത എന്താന്ന് നോക്കാം. A ray is a part of line which has one endpoint and extends endlessly on the other side. ലൈനിനെ കുറിച്ച് പറഞ്ഞ എന്താണ്? അതിന് 2 എൻഡ് പോയിന്റ് ഉണ്ടോ? നേരത്തെ കേസ് നോക്കിക്കേ. ഇവിടുത്തെ കേസില് എന്താണ്? ഇതിന് രണ്ടിനും എൻഡ് പോയിന്റുകളില്ല. ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ആയി എത്ര വേണേലും പോകും. ഓക്കെ, എത്ര വേണേലും പോകുന്ന സംഗതിയാണ് എന്ത്? എൻഡ് പോയിന്റ് ഒന്നും ഇല്ലാതെ എത്ര വേണേലും പോകുന്ന ഒരു സംഗതിയാണ് എന്ത്? ലൈൻ എന്ന് പറയുന്നത്. ലൈൻ സെഗ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കാണ് 2 എൻഡ് പോയിന്റുകൾ ഉണ്ടാവും. അതിനിടയിലുള്ള ഒരു ഭാഗം മാത്രമല്ല നമ്മൾ എടുക്കുന്നത്. സോ അതിന് 2 എൻഡ് പോയിന്റുകൾ ഉണ്ടാവും, എയും ബിയും. പക്ഷെ റേയുടെ കേസ് വരുവാണെങ്കിൽ ഇറ്റ് ഹാസ് 1 എൻഡ് പോയിന്റ്. ഇവിടെ ഒരു എൻഡ് പോയിന്റ് ഉണ്ടാവും, ഓ നമുക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, ഒരു എൻഡ് പോയിന്റ് ഉണ്ടാവും. അവിടെ നിന്ന് അങ്ങോട്ട് എത്ര വേണേലും അങ്ങ് പോകും. ആ ലൈനിന് ഒരു എൻഡ്ലെസ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു എൻഡ് പോയിന്റ് ഉള്ളതാണ് റേ. ഒരു എൻഡ് പോയിന്റ് പോലും ഇല്ലാത്തൊരു സംഗതിയാണ് ലൈൻ. 2 എൻഡ് പോയിന്റുകളുള്ളതാണ് ലൈൻ സെഗ്മെന്റ്. ക്ലിയർ ആണോ? ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ലൈൻ എന്തല്ല? എൻഡ് പോയിന്റുകളേ ഇല്ല. 2 സൈഡിലോട്ട് എത്ര വേണേലും മൂവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. ലൈനിന് എൻഡ് പോയിന്റുകളേ ഇല്ല. ഓക്കെ, റേ ആണെങ്കിലാ ഒരു എൻഡ് പോയിന്റ് ഉണ്ട്, ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവും, എൻഡിങ് പോയിന്റ് ഉണ്ടാവില്ല, അതങ്ങ് പൊക്കോണ്ടേയിരിക്കും. ഓക്കെ, തേർഡ് പോയിന്റ് എന്താ? ലൈൻ സെഗ്മെന്റ്. ലൈൻ സെഗ്മെന്റിന് എന്തുണ്ടാവും? 2 എൻഡ് പോയിന്റുകൾ ഉണ്ടാവും. ഓക്കെ അല്ലേ? സോ എ റേ ഈസ് എ പാർട്ട് ഓഫ് എ ലൈൻ വിച്ച് ഹാസ് 1 എൻഡ് പോയിന്റ്. ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവും, ഒരു എൻഡ് പോയിന്റ് ഉണ്ടാവും, ആൻഡ് എക്സ്റ്റെൻഡ്സ് എൻഡ്ലെസ്ലി ഓൺ ദി അതർ സൈഡ്. മറ്റൊരു സൈഡിൽ എന്താണ്? ഇതിങ്ങനെ തുടർച്ചയായിട്ട് പൊക്കൊണ്ടേയിരിക്കുന്ന ഒരു സംഗതിയാണ് റേ. അപ്പോ ലൈൻ പറഞ്ഞു, ലൈൻ സെഗ്മെന്റ് പറഞ്ഞു, റേ പറഞ്ഞു. ലൈൻ എന്തില്ല? 2 എൻഡ് പോയിന്റുകളില്ല, എക്സ്റ്റെൻഡ് ചെയ്ത് എത്ര വേണേലും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. റേക്ക് എന്താണ്? ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവും, പക്ഷെ ഒരു എൻഡ് പോയിന്റ് ഉണ്ടാവില്ല, അതും മൂവ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. തേർഡ് പോയിന്റ് എന്താ പറഞ്ഞേ? ലൈൻ സെഗ്മെന്റ് ആണ്. ലൈൻ സെഗ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ലൈനിന്റെ ഇടയിലുള്ള ഒരു ചെറിയ ഭാഗം. ഓക്കെ, ആ ഒരു ഭാഗത്തിനെ നമ്മൾ എന്തെന്ന് പറയാ? ലൈൻ സെഗ്മെന്റ് എന്ന് പറയാം. അപ്പൊ ക്ലിയർ ആയല്ലോ? ലൈന്, ലൈൻ സെഗ്മെന്റ്, റേ. പോയിന്റ് പറഞ്ഞു, ലൈൻ പറഞ്ഞു. പോയിന്റിന് എന്താണ്? 0 ഡയമെൻഷൻ ആണ്. ലൈൻ എന്താണ്? ബ്രെഡ്ത്ലെസ് ലെങ്ത് ആണ്, അതിന് ഒറ്റ ഡയമെൻഷനേ ഉള്ളൂ. നൗ വി ആർ ഹാവിംഗ് ദ 2 ഡയമെൻഷണൽ ഫിഗർ. സർഫസ് അല്ലെങ്കിൽ ഒരു പ്ലെയിൻ. We know that a line has 1 dimension. By moving it generates another dimension. ഓക്കെ, എന്താ ഉദ്ദേശിച്ചേ? ദാ ഇവിടെ ഒരു ലൈൻ ഉണ്ട്, ഇത് കണക്ട് ചെയ്യുന്ന ഓർത്തോണേ. ആദ്യം പോയിന്റിനെ കുറിച്ച് പറഞ്ഞു. പോയിന്റ്
മൂവ് ചെയ്യുമ്പോഴാണ് ലൈൻ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. യൂക്ലിഡ്സ് പറഞ്ഞൊരു പാറ്റേൺ ആണ് ഓർക്കുന്നത്. ആദ്യം ഒരു പോയിന്റിനെ കുറിച്ച് പറഞ്ഞു, ആ പോയിന്റ് മൂവ് ചെയ്താൽ ലൈൻ ഉണ്ടാകും എന്ന് പറഞ്ഞു. ഇപ്പൊ നിലവിൽ നമുക്കൊരു ലൈൻ ഉണ്ട്, ആ ലൈൻ മൂവ് ചെയ്താൽ മറ്റൊരു ഡയമെൻഷൻ നമുക്ക് കിട്ടും. ഇത് നീളമാണെങ്കിൽ, ഇത് ലെങ്ത് ആണെങ്കിൽ ഈ കാണുന്ന നമുക്ക് ബ്രെഡ്ത്ത് കിട്ടും, ഈ കാണുന്ന നമുക്ക് എന്താ കിട്ടും? ബ്രെഡ്ത്ത് കിട്ടും അല്ലേ? സോ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വി നോ ദാറ്റ് എ ലൈൻ ഹാസ് വൺ ഡയമെൻഷൻ. ഒരു ലൈനിന് ഒരു ഡയമെൻഷൻ ഉണ്ട്, വൺ ഡയമെൻഷൻ. ബൈ മൂവിങ് ഇറ്റ്, ഇത് മൂവ് ചെയ്യുമ്പോൾ, ഇത് endlessly മൂവ് ചെയ്യുമ്പോൾ ഇറ്റ് ജനറേറ്റ്സ് അനദർ ഡയമെൻഷൻ. എന്ത് ചെയ്യുന്നു? ഇത് മറ്റൊരു ഡയമെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, ജനറേറ്റ് ചെയ്യുന്നു. ആൻഡ് ദ സർഫസ് ഈസ് ദാറ്റ് വിച്ച് ഹാസ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓൺലി. സർഫസ് ഒരു പ്ലെയിൻ എന്താന്ന് പറഞ്ഞു, അതിനെന്തില്ല എന്നല്ല, എന്തൊക്കെയുണ്ട്? ലെങ്ത്തും ഉണ്ട്, ബ്രെഡ്ത്തും ഉണ്ട്. ലൈനിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്താ? ഇറ്റ്സ് ബ്രെഡ്ത്ത്ലെസ് ലെങ്ത്. ബ്രെഡ്ത്ത് ഇല്ലാതെ ഒരു നീളത്തിലുള്ള ഒരു വര എന്ന് മാത്രമേ നമ്മൾ എന്ത് പറഞ്ഞുള്ളൂ? ലെങ്തിനെ കുറിച്ച് പറഞ്ഞുള്ളൂ, അല്ലെങ്കിൽ ഒരു ലൈനിനെ കുറിച്ച് പറഞ്ഞുള്ളൂ അല്ലെ? ഇവിടെ സർഫസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് എന്താണ്? അല്ലെങ്കിൽ ഒരു പ്ലെയിനിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഒരു ലൈൻ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ഒരു സർഫസ്. ലൈൻ മൂവ് ചെയ്യുമ്പോൾ, ഈ വൺ ഡയമെൻഷൻ ആയിട്ടുള്ള ലൈന് മൂവ് ചെയ്യുമ്പോൾ മറ്റൊരു ഡയമെൻഷൻ കിട്ടുന്നു, ലെങ്ത് മാത്രമല്ല ബ്രെഡ്ത്തും കിട്ടുന്നു. അങ്ങനെ വരുമ്പോൾ ഇവിടെ മറ്റൊരു സർഫസ് ക്രിയേറ്റ് ചെയ്യുന്നു, ജനറേറ്റ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഇതൊരു 2 ഡയമെൻഷണൽ സർഫസ് ആയിട്ട് പറയാം. അപ്പോ പോയിന്റിന് എന്താണ്? പോയിന്റിന് 0 ഡയമെൻഷൻ ആണ്. ലൈൻ വന്നപ്പോൾ 1 ഡയമെൻഷൻ ആയി, സർഫസ് വന്നപ്പോൾ എന്തായി? 2 ഡയമെൻഷൻ ആയി. ക്ലിയർ ആണേ? ഓക്കെ. അപ്പോ അടുത്ത നോക്കാം. യൂക്ലിഡ്സിന്റെ എലമെന്റ്സ് പ്രധാനമായും നമ്മൾ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. പോയിന്റ് പറഞ്ഞു, ലൈൻ പറഞ്ഞു, സർഫസ് അല്ലെങ്കിൽ പ്ലെയിൻ പറഞ്ഞു അല്ലെ? പോയിന്റിനെ കുറിച്ച് എന്താ പറഞ്ഞേ? പോയിന്റ് ഹാവ് 0 ഡയമെൻഷൻ. ലൈനിലാണെങ്കിലോ 1 ഡയമെൻഷൻ. 1 ഡയമെൻഷൻ. പ്ലെയിനോ സർഫസിലാണെങ്കിലോ 2 ഡയമെൻഷൻ. ഓക്കെ. പോയിന്റ്, ലൈന്, പ്ലെയിനോ സർഫസ്. ഇനി അതിനകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പറയുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് അതിനകത്ത്? 3 ഡയമെൻഷണൽ ഫിഗറിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നമ്മളിപ്പോ പ്രധാനമായിട്ടും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഹിയർ പോയിന്റിനെ കുറിച്ച് എന്താ പറഞ്ഞത്? ആദ്യം മുതൽ നോക്കിയാലോ. പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഹാസ് നോ പാർട്ട്. അതിനൊരു പാർട്ട് പോലും ഇല്ല. ഇറ്റ് ഈസ് ഓൺലി ഹാവിംഗ് 0 ഡയമെൻഷൻ. ലൈനിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ബ്രെഡ്ത്ത്ലെസ് ലെങ്ത്. ബ്രെഡ്ത്ത് ഇല്ലാതെ ഒരു ലൈൻ, അല്ലെങ്കിൽ ലെങ്ത് മാത്രമുള്ള ഒരു സംഗതിയാണ് എന്ത്? ലൈൻ. അല്ലെങ്കിൽ ഒരു പോയിന്റ് മൂവ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ലൈൻ. ഇനി ലൈൻ മൂവ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? സർഫസ് അല്ലെങ്കിൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഗോട്ട് ഇറ്റ്? ഇറ്റ് ഹാസ് 2 ഡയമെൻഷൻ. പോയിന്റ് ഹാസ് 0 ഡയമെൻഷൻ. ലൈൻ ഹാസ് 1 ഡയമെൻഷൻ. സർഫസ് ഓർ പ്ലെയിൻ ഹാസ് 2 ഡയമെൻഷൻ. ഇനി അടുത്ത നോക്കിയാലോ. യൂക്ലിഡ്സ് എലമെന്റ്സ് പറയുമ്പോഴത്തേക്ക് തന്നെ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2 ഡയമെൻഷണൽ ഫിഗറിൽ നിൽക്കുന്നില്ല. It has also a clarified details about solid surfaces. It has a clarified details about solid surfaces. എന്താണ് ഈ സോളിഡ് സർഫസ് എന്ന് പറയുമ്പോൾ? 3 ഡയമെൻഷണൽ ഫിഗർ. ഞാനിപ്പോ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോ ഒരു പഠിക്കാനിരിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ സൈഡിൽ ജോമെട്രിക്കൽ ബോക്സ് ഉണ്ടാവും. ദാറ്റ്സ് എ 3 ഡയമെൻഷണൽ ഫിഗർ. ടേബിള് 3 ഡയമെൻഷണൽ ഫിഗർ ആണ്. നമ്മളൊരു പേപ്പറിൽ, ഇപ്പം നമ്മളൊരു ബുക്ക് പേപ്പർ തുറന്നാൽ ആ പേപ്പറിൽ നമ്മൾ വരച്ചു വെക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, വരയ്ക്കുന്നതും എഴുതുന്നതുമായിട്ടുള്ള കുറെ കാര്യങ്ങൾ, അതെല്ലാം 2 ഡയമെൻഷണൽ ആണ്. അത് 3 ഡയമെൻഷണൽ ആവുന്നത് എന്താണ്? അതിന്റെ ഡയമെൻഷൻ മാറുമ്പോഴാണ് അല്ലെ? നമ്മൾ വരയ്ക്കുന്ന സംഗതി നമ്മളൊരു ഇമാജിനേഷനിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരു റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരുമ്പോൾ, ഒരു ടേബിൾ വരയ്ക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ആകെ ഒരു ഷീറ്റ് പേപ്പറിൽ വരച്ചു വെക്കുന്ന ടേബിൾ ആണോ നമ്മൾ റിയാലിറ്റിയിൽ കാണുന്ന ടേബിൾ ആയിരിക്കും എൻറ്റയർലി ഡിഫറെന്റ് അല്ലേ? അതാണ് 3 ഡയമെൻഷനിൽ ഒരു കോൺസെപ്റ്റ് വരുന്നത്. അപ്പോ ഇവിടെ ഞാൻ ആദ്യം മുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
point has no dimension, line has one dimension, plane has two dimension, and here solids have three-dimensional figure. Dimensionsum പലതും കയറി വരുന്നുണ്ട്. സോ യൂക്ലിഡ്സ് പ്രധാനമായും എലമെന്റ്സ് എന്നുള്ള രീതിയിൽ ദ എലമെന്റ്സിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആദ്യത്തെ 4 ബുക്കിലെ പ്രധാനപ്പെട്ട കണ്ണികളാണിത്. ഓക്കെ, പോയിന്റ്, ലൈന്, സർഫസ്, സോളിഡ്സ് അല്ലെങ്കിൽ 3 dimension. കറക്റ്റ്. അപ്പോ എന്താണ് സോളിഡ്സ് അല്ലെങ്കിൽ എന്താണ് യൂക്ലിഡ്സ് ജോമെട്രിയിൽ പ്രധാനമായും പറയുന്ന കോൺസെപ്റ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? യൂക്ലിഡ്സ് ജോമെട്രി നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഭയങ്കര കഠിനമായ ചാപ്റ്റർ ഒന്നുമല്ല, ഹിസ്റ്ററി പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ഒന്നുമല്ല. വളരെ കുറച്ച് കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുള്ളൂ. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. ഓക്കെ, കാരണം ഈ കോൺസെപ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ പണ്ട് കാലത്ത് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് എന്താണ് ജോമെട്രി എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ബുക്കാണ് ദ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദ എലമെന്റ്സ് ഓഫ് ജോമെട്രി. അത് പിന്നീട് വന്ന ഒരുപാട് റെവല്യൂഷണറി മാറ്റങ്ങൾക്കെല്ലാം വഴിതെളിച്ചിട്ടുള്ള ബേസിക് കണ്ടന്റ് ഉള്ള ഒരു സംഗതിയാണ് ജോമെട്രി എന്ന് പറയുന്നത്. ഇപ്പോഴും അതിന് യൂസേജ് ഉണ്ട് എന്നുള്ളതാണ് പ്രധാനം. ഓക്കെ, അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 13 ചാപ്റ്റേഴ്സ് അടങ്ങുന്ന ബുക്കാണ് ദ എലമെന്റ്സ്, അല്ലെങ്കിൽ 13 ബുക്കുകൾ അടങ്ങുന്ന കോൺസെപ്റ്റ് ആണ് ദ യൂക്ലിഡ്സ് ജോമെട്രി എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ ചെയ്തു പോകുന്നത്. നമ്മൾ ചെറിയ കാര്യങ്ങൾ മാത്രമേ നമ്മൾ പഠിച്ചു പോകുന്നുള്ളൂ. സോ അടുത്ത സെഷനിൽ യൂക്ലിഡ്സ് ജോമെട്രി ആയിട്ട് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവാം. അപ്പോൾ അടുത്ത സെഷനിൽ കാണുന്നവരെ bye.